ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആ തട്ടിപ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കർശനമായ നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനം നടത്താനും ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും വികാരപരമായി അവരെ രംഗത്തിറക്കുകയും, ഒരു ഉദാഹരണം ഞാൻ പറയാം. നിലമ്പൂരിൽ ഈ വിവരം അറിഞ്ഞ് നാട്ടുകാരറിയും മുമ്പ് മലപ്പുറത്ത് പ്രകടനം നടന്നല്ലോ. അതെങ്ങനെ പ്രകടനം നടന്നത്? നിലമ്പൂരുകാർ വിവരം അറിഞ്ഞിട്ടില്ല, വഴിക്കടവുകാർ വിവരം അറിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ മലപ്പുറത്ത് UDFന്റെ പ്രകടനം നടന്നല്ലോ. നമ്മളിപ്പോൾ കേട്ടത് ഒരു ജനപ്രതിനിധിയുടെ വാക്കാണ്. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമാണ്, കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രിയാണ്, കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. ഒരു തെളിവുമില്ലാതെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കാമോ? മന്ത്രി എന്താണ് പറയുന്നത്? പ്രതിപക്ഷം, അതായത് കോൺഗ്രസ് നേതാക്കൾ കെണിയൊരുക്കിയോ? അവിടേക്ക് അനന്തവും സുഹൃത്തുക്കളും മീൻ പിടിക്കാൻ വരുമെന്ന് നേരത്തെ ഗണിച്ചറിഞ്ഞോ? ഷോക്കേറ്റ് അനന്തു മരിക്കുമെന്ന് അവർ കണ്ടോ? എന്നിട്ട് പ്രതിഷേധിക്കാമെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കാമെന്നും കോൺഗ്രസ് കരുതിയോ? എത്ര അപക്വമായ, എത്ര നിരുത്തരവാദിത്തപരമായ പ്രസ്താവനയാണത്. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ അദ്ദേഹത്തിന്റെ പാർട്ടി പലതവണ ശ്രമിച്ചതാണ്. പക്ഷെ അന്ന് സമ്മതിക്കാഞ്ഞത് മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും കുറഞ്ഞത് ഈ പ്രസ്താവനയെ തള്ളിപ്പറയാനെങ്കിലും മുഖ്യമന്ത്രി തയ്യാറാകേണ്ടതാണ്. ശക്തമായ ഭാഷയിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഇതിൽ വനാതിർത്തികളിലെ ജനങ്ങളെ വന്യജീവികളുടെ വിട്ടുകൊടുത്തുകൊണ്ട്, വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണത്. ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരിക്കുക. എത്ര ഹീനമായ തരത്തിലാണ് സംസാരിക്കുന്നത്. ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. ഇറങ്ങി പുറത്തു പോകണം. വൃത്തികെട്ട, ഞാൻ ആ വാക്ക് ഒന്നും കൂടി വൃത്തികെട്ട ആരോപണമാണ്. ഈ സമയത്തൊക്കെ ഒരു മന്ത്രി പറയേണ്ട പ്രസ്താവനയാണോ പറയുന്നത്? ഇങ്ങനെ ഒരു മോൻ മരിച്ചിട്ട് ആ പ്രതികളെ പിടിക്കാനും ശക്തമായ നടപടികൾ ഉണ്ടാവാനും അതിനുവേണ്ടി കൃത്യമായി ഇന്നലെ മുതൽ പ്രതിഷേധമായാലും പ്രക്ഷോഭമായാലും നിൽക്കുന്നവരാണ് ഞങ്ങൾ. 15 വയസ്സുകാരന്റെ ദാരുണമായ അന്ത്യത്തിൽ വേദനിക്കുന്ന ജനങ്ങൾ, അതിന് ഉത്തരവാദികൾ നിയമത്തിന്റെ മുൻപിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മന്ത്രി ഇത്തരത്തിൽ അവരെ അവഹേളിച്ച് വർത്തമാനം പറയേണ്ടതായിരുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് മന്ത്രി ആക്ഷേപം ഉന്നയിച്ചത്? വനം വകുപ്പ് മന്ത്രിയുടെ ഈ ആരോപണം, ഈ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണം, അത് കേട്ടില്ല എന്ന് പറയുമ്പോഴും ഈ വിഷയത്തിൽ ഇന്ന് കേട്ടതിൽ ഏറ്റവും പക്വമായ പ്രതികരണം അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി M. സ്വരാജിന്റേത് തന്നെയാണ്. ഇന്നലെ സംഭവിച്ചതിൽ മരണപ്പെട്ട ജിത്തു ഒരു കുട്ടിയാണ്. അപകടകരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ ലഭ്യമായി ഇന്നലെ വന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ സംശയിച്ചതുപോലെ തന്നെ വൈദ്യുതി ലൈനിൽ നിന്നും അനധികൃതമായി നിയമവിരുദ്ധമായി കമ്പി കൊളുത്തി പന്നിയെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കെണി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. അതൊരു കുറ്റകൃത്യമാണ്. അത് അപകടകരമായ ഒരു കുറ്റകൃത്യമാണ്. പലരുടെയും ജീവൻ ഇതിനോടകം തന്നെ പൊലിഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പോലീസ് ആ നിലയിലാണ് മുൻപോട്ട് പോകുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണം മാത്രമല്ല, വനം വകുപ്പിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കൈയൊഴുകുകയും ചെയ്യുന്നുണ്ട് വനം വകുപ്പ് മന്ത്രി. ഇന്ന് സംഭവം നടന്നത് വനഭൂമിയിലല്ല. പോലീസ് കസ്റ്റഡിയിലെടുത്തവർക്ക് വനം വകുപ്പുമായോ KSEBയുമായോ യാതൊരു ബന്ധമില്ല എന്നും മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നു. വനം വകുപ്പ് എത്രയോ കാലമായി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിങ് കെട്ടാറില്ല. കേരളത്തിൽ ഒരിടത്തും കെട്ടിയിട്ടില്ല. വനമേഖലയിലാണോ ഈ ഫെൻസിങ് സ്ഥാപിച്ചത്? അല്ല, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ്. KSEBയെ പറ്റി അപ്പോൾ അതിനെന്തിനാ വനം വകുപ്പിനെതിരെ പ്രകടനം നടത്തിയത്? അനധികൃതമായി ചെയ്ത കാര്യം നമ്മുടെ നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ്. ആ കുറ്റം ഉൾപ്പെടെയുള്ളവരെ ചേർത്തിക്കൊണ്ടാണ് പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 പേരെ ഇപ്പോൾ തന്നെ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ 2 പേരെന്ന് പറയുന്നത് വനം വകുപ്പുമായിട്ടോ KSEB ആയിട്ടോ ബന്ധപ്പെട്ടവരെയല്ല കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ.